ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LDC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ക്വിക്ക് റിവിഷനാണ്. അത് മാത്രമല്ല, കറണ്ട് അഫയേഴ്സ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത്, അതായത് BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ്. ഈ പ്രതിമയുടെ ഉയരം 206 അടിയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ മേരിലാൻഡിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആരാണ്? BR അംബേദ്കർ ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയരമുള്ള പ്രതിമ, ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏതാണ്? അത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ 206 അടിയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയാണ്. ഇനി ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? അത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സ്കൂൾ പാഠപുസ്തകത്തിൽ നമുക്കറിയാം, നമ്മുടെ ആമുഖം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ കാതലാണ് അല്ലേ? അപ്പോൾ ഭരണഘടനയിലേക്കുള്ള താക്കോലാണ്, ഹൃദയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. അപ്പോൾ കേരളത്തിലെ പുസ്തകത്തിലാണ് ആമുഖം, ഭരണഘടനയുടെ ആമുഖം ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരസഭയാണ് ഏത്? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭ. കൊട്ടാരക്കര നഗരസഭ മറക്കരുത്. ഓക്കെ ആണല്ലോ. അടുത്തത്, സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അത് നമ്മുടെ കൊല്ലമാണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് കൊല്ലവും. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ അത് കൊട്ടാരക്കരയുമാണ്. തിരിഞ്ഞു പോകരുത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതിയുടെ പേരാണ് സംവാദ. ഈ സംവാദം എന്താണ് ഉദ്ദേശിക്കുന്നത്? 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കാനുള്ള അവസരം നൽകുന്നതാണ് ഏത്? സംവാദ എന്നത്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതിയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സംവാദ. ഇത് ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെയാണ്? 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ്. ഏത് ദിവസം കാണാം? ബുധനാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന് വേദിയത്. ഇത് എത്രാമത് ചോദിച്ചാലും സാമ്പത്തിക ഫോറം എന്ന് പറയുമ്പോൾ അത് നടക്കുന്നത് എവിടെയാണ്? അത് ദാവോസിലാണ്. ദാവോസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്വിറ്റ്സർലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ഏത്? ദാവോസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. പാലിയേറ്റീവ് കെയർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ്? കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്ന പദ്ധതിയാണ് പാലിയേറ്റീവ് കെയർ. ഇതിനു വേണ്ടിയിട്ടൊരു നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏതാണ്? നമ്മുടെ കേരളം. അടുത്തത്, ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച പ്രശസ്ത ചിത്രകാരനാണ് സുരേന്ദ്രൻ നായർ. സുരേന്ദ്രൻ നായർക്ക് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത് 2022 2024 അത് ലഭിച്ചത്. അപ്പോൾ രാജാ രവിവർമ്മ അവാർഡ് അവസാനമായി ലഭിച്ചത് ആർക്കാണ്? സുരേന്ദ്രൻ നായർക്കാണ് ലഭിച്ചത്. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി, നമുക്കറിയാം പ്രശസ്ത നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന
ചലച്ചിത്രത്തിൻ്റെ പേരാണ് കതിരവൻ. ഏതാണ്? കതിരവൻ. ഇതിനകത്ത് അയ്യങ്കാളിയായിട്ട് അഭിനയിക്കുന്നത് ആരാണ്? അത് നമ്മുടെ മമ്മൂട്ടിയാണ്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അരുൺ രാജനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. ഈ കതിരവൻ സംവിധാനം ചെയ്തത് അരുൺ രാജനാണ്. ഇതിൽ നായകൻ ആരാണ്? അത് നമ്മുടെ മമ്മൂട്ടിയാണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നായിരിക്കും. അപ്പോൾ എവിടെയാണ്? ഒഡീഷയിലാണ്. കാരണം അത് പുതിയൊരു പദ്ധതിയാണ്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി എവിടെയാണ്? ജാർസുഗുഡ, ഒഡീഷ. അങ്ങനെ പഠിക്കാം. അടുത്തത് 77ാമത്, അതായത് 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി ഏത്? അരുണാചൽ പ്രദേശിലാണ്. 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദിയായത്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഉരുളൻകിഴങ്ങ് ടെക്നോളജി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കർണാലാണ്. കർണാൽ ഹരിയാനയിലാണ്. അവിടെ വികസിപ്പിച്ച സങ്കരയിനം ഉരുളക്കിഴങ്ങിൻ്റെ പേരാണ് കുഫ്രി ഉദയ്. എന്താണ് കുഫ്രി ഉദയ്? എന്താണ് കുഫ്രി എന്നാൽ നമുക്കറിയാം കർണാലിലാണ് ഉരുളക്കിഴങ്ങാണ്. അത് വെച്ചിട്ട് കർണാൽ ഉരുളക്കിഴങ്ങ്, കുഫ്രി ഉദയ് എന്നാണ്. അപ്പോൾ പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാലിലാണ്. അവിടെ വികസിപ്പിച്ച സങ്കരയിനം ഉരുളക്കിഴങ്ങിൻ്റെ പേരാണ് കുഫ്രി ഉദയ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാര്? PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് കിട്ടിയത്. ഏത് കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് ആര്? PN ഗോപികൃഷ്ണൻ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ്. സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് PR കുമാരകേരളവർമ്മ. അപ്പോൾ ആരാണ് PR കുമാരകേരളവർമ്മ? സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ആർക്കാണ്? ഗോപികൃഷ്ണനാണ് കിട്ടിയത് അല്ലേ? കവിത മാംസഭോജിയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത്. 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് കർണാടക സംഗീതജ്ഞനായ PR കുമാരകേരളവർമ്മയ്ക്കാണ്. അടുത്ത ചോദ്യം, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് ആരാണ്? 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയത് കണ്ണൂരാണ്. ഇനി വേദി ചോദിക്കുവാണെങ്കിൽ കൊല്ലമാണ്. 2ാം സ്ഥാനം കിട്ടിയത് കോഴിക്കോടിനാണ്. 3ാം സ്ഥാനം പാലക്കാടിന്. അപ്പോൾ 1ാം സ്ഥാനം കിട്ടിയത് ആർക്കാണ്? കണ്ണൂരിനാണ്. 2ാം സ്ഥാനം കോഴിക്കോടിനാണ്. 3ാം സ്ഥാനം പാലക്കാടിനാണ്. ഇനി നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വേദിയായത് കൊല്ലത്താണ്. കൊല്ലമാണ് വേദിയായത്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. കേരളം. 19ാമത് ചേരിചേരാ നാമാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണ് ചേരിചേരാ സമ്മേളനം. ഇതിന് വേദിയാകുന്നത് ഉഗാണ്ടയാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് ചേരിചേരാ സമ്മേളനം നടക്കുന്നത്. അടുത്ത ചോദ്യം,
ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പെഞ്ച് കടുവ റിസർവ് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പെഞ്ച് കടുവ റിസർവ് ആണ്. അത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരിഞ്ഞു പോകരുത്, നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് പെഞ്ച് കടുവ റിസർവ് മഹാരാഷ്ട്രയിലാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലഡാക്കിലെ ഹാൻലെ ആണ്. ലഡാക്കിലാണ് ഹാൻലെ എന്ന സ്ഥലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരായിട്ട് ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. അപ്പൊ എന്താണ് ഓപ്പറേഷൻ സർവശക്തി? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. ആരാണ്? 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമതി. അപ്പം അതായത് ഒരു ബോണൊക്കെ ഉള്ള ആളാണ്, ബോൺ നട്ടലുള്ള വ്യക്തിയാണ് ഐറ്റാന ബോൺമതി. അപ്പോൾ ഐറ്റാന ബോൺമതിയാണ് 2023 ഫിഫയുടെ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര. എന്താണ് കേര? കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയുടെ പേരാണ് ഏത്? കേര എന്നത്. ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയത്, ആ പേരിന് തന്നെ നമുക്ക് പിടിക്കാം. എന്താണ് ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയത്? നമ്മുടെ ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസ്. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാറാണ്. 2ാം സ്ഥാനം നമ്മുടെ ബഹ്റൈൻ ദിനാറിനും 3ാം സ്ഥാനം ഒമാനി റിയാലിനുമാണ്. 2ാം സ്ഥാനം ബഹ്റൈൻ ദിനാറിന്, 3ാം സ്ഥാനം ഏതിനാണ്? ഒമാനി റിയാലിനുമാണ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് DC കണക്ട്. അപ്പോൾ DC കണക്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പൊതുജനങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യും. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് DC കണക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ശുചിത്വ ഭക്ഷണ തെരുവുണ്ടായി. അതേതാണ്? അത് നമ്മുടെ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ പ്രസാദമാണ്. അപ്പോൾ ശുചിത്വ ഭക്ഷണം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പ്രസാദം കൊടുക്കുന്നു എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ഏതാണ്? അത് പ്രസാദം എന്ന തെരുവാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി ഇടുക്കിയിലെ വാഗമണിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ നടക്കുന്ന എയർ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 നടക്കുന്നത് എവിടെയാണ്? വാഗമണിലാണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യയാണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി ഏതാണ്? റഷ്യയാണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏത് രാജ്യത്തെ മാതൃകയാക്കിയിട്ടുള്ളതാണ്? ഈ കണ്ണാടിപ്പാലം എന്നൊക്കെ പറയുമ്പോൾ അത് എവിടെയാണ്? ചൈനയിലാണല്ലേ കൂടുതൽ കാണപ്പെടുന്നത്. അപ്പം ചൈനയെ മാതൃകമാക്കിയിട്ടാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഒരു കണ്ണാടിപ്പാലം നിർമ്മിക്കുന്നത്.
കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രമാണ് ഏത്? ഗ്രാമവൃക്ഷത്തിലെ കുയില്. ഈ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നത് കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയില്. അപ്പൊ ഗ്രാമവൃക്ഷത്തിലെ കുയില് ആരുടെ ജീവിതാസ്പദമാക്കിയുള്ളത്? കുമാരനാശാന്റെ. ഇത് സംവിധാനം ചെയ്തത് KP കുമാരനാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150ാമതാണ്. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ വർഷം ഏത് വകുപ്പിന്റെ അല്ലെങ്കിൽ ഏത് ഇന്ത്യൻ വകുപ്പിന്റെ വാർഷികമാണ് 50ാം വാർഷികമാണ് 150ാം വാർഷികമാണ് ആചരിച്ചത് ചോദിക്കുവാണെങ്കിൽ അത് കാലാവസ്ഥാ വകുപ്പിൻ്റെ ആണ്. 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമാക്കിയിട്ട് കാലാവസ്ഥാ വകുപ്പ് ആരംഭിച്ചത്. അപ്പോൾ കാലാവസ്ഥാ വകുപ്പ് ആരംഭിച്ചിട്ട് 150 വർഷം. 1875 ജനുവരി 15 ആരംഭിച്ചത്. കൊൽക്കത്ത ആസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80ാം സ്ഥാനമാണ്. 80ാം സ്ഥാനമാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങളുണ്ട്: ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ. ഇത്രയും രാജ്യങ്ങൾ 1ാം സ്ഥാനത്തുള്ള രാജ്യങ്ങളാണ്. ഇനി 2ാം സ്ഥാനത്തുള്ള രാജ്യങ്ങളാണ് ഫിൻലാൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ എന്നിവ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത്. നെതർലാൻഡിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ടിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? അത് നമ്മുടെ പ്രജ്ഞാനന്ദയാണ്. ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ പ്രജ്ഞാനന്ദ 1ാമത് എത്തി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി തമിഴ്നാടാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? ഇത് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടൽ സേതു ആണ്. ഏതാണ്? അടൽ സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. അതായത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് ഇത് അടൽ സേതു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന അപ്പോൾ എന്താണ്? ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിന് ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട 2 നഗരങ്ങളാണ്. ഒന്ന് ഗുജറാത്തിലെ സൂറത്തും രണ്ടാമത്തത് മധ്യപ്രദേശിലെ ഇൻഡോറും. നമ്മൾ നേരത്തെ ശുചിത്വ ഭക്ഷണം തെരുവായിട്ടെടുത്തതും മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലെ പ്രസാദം എന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2 നഗരങ്ങൾ ഗുജറാത്തിലെ സൂറത്തും മധ്യപ്രദേശിലെ ഇൻഡോറും ആണ്. അടുത്ത ചോദ്യം എന്താണ്? തുടർച്ചയായി 7ാം തവണയാണ് ഇൻഡോർ 1ാം സ്ഥാനം നേടുന്നത്. ഇനി സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 22ാം സ്ഥാനത്തേ കേരളം ഉള്ളൂ. അപ്പോൾ തുടർച്ചയായി 7ാം തവണയാണ് ഇൻഡോർ 1ാം സ്ഥാനം നേടുന്നത്. ഇനി സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ സർവ ശുചിത്വ മിഷൻ വെച്ചിട്ട് മഹാരാഷ്ട്രയാണ് 1ാം സ്ഥാനത്തുള്ളത്. ദെൻ കേരളം 22ാം സ്ഥാനത്തായിട്ടേ ഉള്ളൂ. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായിട്ട് മാറിയത് 2023 ആണ്. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ഏത്? പൂവ്. ഏതാണ്? പൂവ്. ഈ പൂവ് സംവിധാനം ചെയ്തത് ആരൊക്കെയാണെന്ന് അറിയാവോ? അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നിട്ടാണ് ഇത് സംവിധാനം ചെയ്തത്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യാന്തര ചലച്ചിത്രമേളയിലാണ്? ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പൂവെന്ന പേര് അനീഷ് ബാബു അബ്ബാസും ബിനോയ് ജോർജും ചേർന്നിട്ടാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ ആരാണ് തമിഴ് പിന്നണി ഗായകൻ? PK വീരമണി ദാസനാണ്.
2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണി ദാസൻ. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്നത് 2 രാജ്യങ്ങളാണ്. ഒന്ന് USA, 2 വെസ്റ്റ് ഇൻഡീസ്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാകുന്നത് ഒന്ന് അമേരിക്ക, രണ്ടാമത്തത് വെസ്റ്റ് ഇൻഡീസ് ആണ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയത്താണ് ഇത് ചെയ്യുന്നത്. ഇത് റോബോട്ടിന്റെ പേര് എലീന എന്നാണ്. അപ്പോൾ എലീന റോബോട്ട് എന്താണ് ചെയ്യുന്നത്? വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോബോട്ടാണിത്. കേരളത്തിലെ ആദ്യത്തെ ഇങ്ങനെ റോബോട്ടിനെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇത് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ഇത് കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ഏത്? 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയാണ്. ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ ഒരു മലയാളിയാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം, ശ്വേത K സുധനാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിക്കുന്ന ആദ്യത്തെ വനിതയാണ് ശ്വേത K സുധൻ. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 1ാം സ്ഥാനത്തുള്ളത് ഏതാണ്? റോഡ് ശൃംഖലയുള്ള ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഇന്ത്യ. 1ാമത് അമേരിക്ക, 2ാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ഇപ്പം ചോദിക്കുവാണെങ്കിൽ അത് പിന്നെ ഏതാണ്? ഇന്ത്യയാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത്? കേരളത്തിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. ഈ 50 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.